ഹലോ ഗൈസ്, അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഫ്രാങ്കൻസ്റ്റീൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് നെറ്റ്ഫ്ലിക്സ് റിലീസായ ഫ്രാങ്കൻസ്റ്റീന്. സത്യം പറഞ്ഞാൽ ഫ്രാങ്കൻസ്റ്റീൻ്റെ കുറേയേറെ പടങ്ങൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയാണ്. ഹോട്ടൽ ട്രാൻസിൽവാനിയയിൽ നിങ്ങൾ ഫ്രാങ്കൻസ്റ്റീൻ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഫ്രാങ്കൻസ്റ്റീൻ ഇഷ്ടം പോലെ പടങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട നമ്മുടെ ഡാനിയൽ റാഡ്ക്ലിഫ് ഫ്രാങ്കൻസ്റ്റീനായി അഭിനയിച്ച പടമാണ്. അതുവരെ എനിക്കിഷ്ടമായിരുന്നു. അപ്പം നേരെ നമ്മൾ കിടക്കുന്നത് ഗില്ലർമോ ഡിൽ ടോറോയുടെ ഈ അടുത്തിറങ്ങിയ ഫ്രാങ്കൻസ്റ്റീൻ എന്ന പടത്തിലേക്കാണ്. ഒരു വെറൈറ്റി വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഫസ്റ്റത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. 3 പാർട്ട് പോലെ ഓൾമോസ്റ്റ് അങ്ങനെ ഒരു രീതിയിലാണ് ടോട്ടൽ സ്റ്റോറി ടെല്ലിംഗ് പോണത്. നമ്മൾ ഇതുവരെ കണ്ടു ശീലിച്ച ഫ്രാങ്കൻസ്റ്റീൻ ഒരു സ്റ്റോറി ടെല്ലിംഗേ അല്ല. ഇപ്പൊ എന്താ പറയാ, ഒരു കിടിലം പടം ചെന്ന് OTT ഇറക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളതാ, ഒരു കിടിലം പടം. എന്താ പറയാ, ഇതൊക്കെ എന്താ പറയാ, മറ്റേ നെപ്പോളിയനൊക്കെ ഇവന്മാര് തിയേറ്ററിൽ ഇറക്കി പോകുന്നുണ്ട്. എന്നിട്ട് അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. ഇതൊക്കെ തിയേറ്ററിൽ ഇറക്കണമായിരുന്നു. അമ്മാതിരി ഇമ്പാക്ട് ഉണ്ടാക്കും ഉറപ്പാണ്. കാര്യം എന്താ പറയാ, ഇത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ പറയാം, ഒരു കിടിലൻ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അതിപ്പോ എന്താ പറയാ, അതിന്റെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, പക്ക കാലഘട്ടത്തിനായിട്ട് ചേർന്ന് ഇത് നടക്കുന്ന ടൈം എന്താന്ന് പറയാ, നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ നടക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ അവിടെ വാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഹിസ്റ്ററിയായിട്ട് പക്കയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഫ്രാങ്കൻസ്റ്റീൻ എന്നുള്ളൊരു സ്റ്റോറി ഹോൾ മൂവി ഗില്ലർമോ ഡെൽ ടോറോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല കിഡിലാണ് ആർട്ട് വർക്ക്. എവിടെ നോക്കിയാലും സെറ്റ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ അഭിനയത്തിലാണല്ലോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആർട്ട് വർക്കൊക്കെ അമ്മാരി സീൻ സെറ്റിംഗ് ഒക്കെ അത്ര അടിപൊളിയാ. ഇതിൽ വാർ അങ്ങനെ എവിടെയും കാണിക്കുന്നില്ല, പക്ഷെ വാറിന്റെ ആഫ്റ്റർ എഫക്ട്സ് പോലെ കാണിക്കുന്നുണ്ട്. ആ സീനൊക്കെ കിഡിലാണ്. എന്താ പറയാ, ടോട്ടൽ സീൻ സെറ്റിംഗ് ഒക്കെ ഭയങ്കര ഒരു കളർഫുൾ. ഇത് എന്താ പറയാ, സാധാരണ നമ്മള് ശ്രദ്ധിക്കാറിലാണ് ഈ പഴയ കാലത്തെ മൂവീസ്, ഓൾമോസ്റ്റ് വാർ മൂവീസ് നോക്കുമ്പോൾ ടോട്ടലി ഒരു ഗ്രേയിഷ് തീമാണ് ഉണ്ടാവുക. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് അതിൽ മാത്രം സ്റ്റക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പല പല കളർ തീമിലേക്ക് പോകുന്നുണ്ട്. ഭയങ്കര കളർഫുൾ ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സീന്. പല പല ടെറൈൻസ് ഉണ്ട്. നിങ്ങൾ ആ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പണിംഗ് സീൻ തന്നെ അമ്മാരി അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കും ഇനി കാണാൻ തുടങ്ങി പടം മാറിപ്പോയെന്ന് വരെ വിചാരിക്കും. കാര്യം ഇതുവരെ ഒരു ഫ്രാങ്കൻസ്റ്റീനിലും ഇങ്ങനത്തെ ഒരു ടെറൈൻ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആ ഒരു ടെറൈനിലാണ് കഥ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടി. ഞാൻ ഈ പടങ്ങാനും ക്ലിക്ക് ചെയ്ത് മാറിപ്പോയി വിചാരിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അല്ല, കറക്റ്റ് തന്നെയാണ്. കിഡിലൻ ടോട്ടലി. എന്താ പറയാ, ഇപ്പോ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതിന്റെ സീൻ സെറ്റിംഗ് ഭയങ്കര ഇഷ്ടമായി. അഭിനയം പിന്നെ പറയാലല്ലോ, നമ്മുടെ ഓസ്കാർ ഐസക്ക്. എനിക്ക് പിന്നെ എന്താ പറയാ, സത്യം പറയാം, ഫ്രാങ്കൻസ്റ്റീനായി അഭിനയിച്ചത് ആരാന്ന് എനിക്ക് വലിയ ഐഡിയ അല്ല. കാര്യം ആക്ടറിന്റെ പേര് എഴുതി കാണിക്കാം, പക്ഷെ എനിക്കത് അഭിനയിച്ചത് ആരാന്ന് എനിക്കറിയില്ല. ഞാൻ അയാളുടെ വേറെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓസ്കാർ ഐസക്കിന്റെ അങ്ങനല്ല, എല്ലാ പടം കണ്ടിട്ടുണ്ട്. അപ്പോ ആ ലെവലിൽ അഭിനയത്തിന്റെ കാര്യം ഒന്നും പറയാനില്ല. സെറ്റ് സാധനം. ഡയറക്ഷൻ മാസ് ഓസം. ഓസം. ഗില്ലർമോ ഡെൽ ടോറോന്റെ എല്ലാം പറയണ പോലെ എന്താ പറയാ, പിനോക്കിയോ അതാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ ഫ്രാങ്കൻസ്റ്റീൻ അടിപൊളി പടമാണ്. ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക. കാര്യം ഇങ്ങനത്തെ ഒരു പടം അയാൾ എന്തുകൊണ്ടാണ് OTT ഇറക്കിയെന്ന് പറയാൻ അതിന്റെ കുറെ റീസൺസ് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം ചങ്ങായി കുറെ കാലമായിട്ട് ഇത് ആഗ്രഹിച്ച് വന്നിട്ട് അവസാനം പ്രൊഡക്ഷന് വേണ്ടി വന്നപ്പോൾ ഒരു ടീം എടുക്കാതെ, മീൻസ് വലിയ വലിയ ടീമൊക്കെ എടുക്കണല്ലോ, കാര്യം അത്രയും ബജറ്റ് വരുന്ന ഒരു പടമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് അവസാനം അയാള് നെറ്റ്ഫ്ലിക്സിൽ OTT കൊടുത്തതെന്നാണ് സംഭവം പറയണത്. തിയേറ്ററിൽ ഇറക്കാനുള്ള മുതലുണ്ട്. കാര്യം എന്താ പറയാ, ഒരു വെറൈറ്റി സ്റ്റോറി ടെല്ലിങ് ആദ്യമായിട്ടാണ് ഫ്രാങ്കൻസ്റ്റീൻ ആദ്യമായിട്ടൊന്നല്ല, പക്ഷെ ഒരു പക്ക കിഡിലൻ ആർക്ക്, സ്റ്റോറി ആർക്ക് വെച്ചിട്ട് ഫ്രാങ്കൻസ്റ്റീന് വേണ്ടിയിട്ട് സെറ്റാക്കി. നമ്മുടെ വിക്ടറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ആർക്ക്, ടോട്ടല് എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ മെഷീനൊക്കെ ഉണ്ടാക്കുന്നില്ല. അത് പിന്നെ ഇതിൽ പിന്നെ കഥക്ക് സ്പോയിലർ പറയാനില്ല. കാര്യം ഫ്രാങ്കൻസ്റ്റീനൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ സോറി, സ്റ്റിൽ ഞാൻ ഫുൾ സ്പോയിലർ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഫ്രാങ്കൻസ്റ്റീൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആ ഉണ്ടാക്കുന്ന മെത്തേഡിൽ യൂസ് ചെയ്യുന്ന മെഷീൻസൊക്കെ അമ്മാരി ക്രിയേറ്റിവിറ്റി ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അതൊക്കെ കാണണം. ആ ഒരു ആർട്ട് വർക്കൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം വിഷ്വലി അപ്പീലിംഗ് ആണ് ടോട്ടൽ മൂവി. കണ്ടിരിക്കാനുള്ളത്. ഇത് ലാഗ് തോന്നുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ലാഗ് തോന്നുന്നു എനിക്കറിയില്ല. ചിലപ്പോൾ തോന്നിയേക്കാം കുറച്ച് ഏതെങ്കിലും ഒരു പാർട്ടിൽ ചെറുതായിട്ട്. അതും നീഡഡ് ലാഗ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നിയില്ല ലാഗ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയില്ല. കാര്യം ഒറ്റ സ്ട്രെച്ചിന് ഇന്ന് ഞാൻ കണ്ടുതീർത്ത പടമാണ്. 2.5 മണിക്കൂർ സംതിങ് ഉണ്ട് പടം. പക്ഷെ നമുക്ക് ഒരു ഇത് ലാഗാണ്. പക്ഷെ നമുക്ക് ഫോണിൽ അല്ലെങ്കിൽ ആപ്പിൽ കാണുമ്പോൾ നമുക്ക് അടിച്ചു വിടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഇതിൽ അടിച്ചു വിട്ടാ മെയിൻ സീൻസാ പോണെന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇതില്
ആനിമൽ സി ജി ആയിക്കോട്ടെ, സി ജി ഐ ടോട്ടലി അടിപൊളി. മറ്റേ സി ജി ഐ എത്രമാത്രം ഉപയോഗിച്ചിരിക്കണമെന്ന് തന്നെ അറിയില്ല. എന്നാലും സി ജി ഐ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളി, നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. ചില ഹോളിവുഡ് സിനിമയിൽ അങ്ങനെ നമുക്ക് സി ജി ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒട്ടും തോന്നൂല. അതൊന്നാമത്തെ കാര്യം. പിന്നെന്താ പറയാ, കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. കിഡിലൻ സെറ്റിംഗ് ആണ്, എല്ലാം അടിപൊളിയാണ്. അതായത് ഒരു മൂവി ലവറിന് കാണാൻ പറ്റുന്ന എന്തായാലും എല്ലാം അതിലുണ്ടാവും. പിന്നെ ഫ്രാഗ്രൻസി അറിയാത്തവരുണ്ടാവില്ലല്ലോ. പല പല ഫ്രാഗ്രൻസി മൂവി കണ്ടുണ്ടാവും, പല ടൈപ്പിൽ പല രീതിയിൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റോറി ഓൾറെഡി എനിക്ക് അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ സ്റ്റോറി അടിപൊളിയാണ്. എന്നാലും ഇതിന്റെ വെറൈറ്റി ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു സ്പോയിലർ സ്റ്റോറിയിൽ ഇനി ഒന്നും വരാനില്ല. കണ്ടിട്ടുള്ളവർക്ക്, ഫ്രാങ്കൻസിന്റെ സ്റ്റോറി അറിയാവുന്നവർക്ക്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ട്രാൻസിൽവാനിയ ആ ഒരു ടൈമിലാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ കണ്ട ഫ്രാങ്കൻസിന്. പിന്നെ വാൻ ഹെൽസിംഗിൽ ഇതിൽ പിന്നീട് ഞാൻ പഴയ പടങ്ങൾ വീണ്ടും എടുത്ത് കാണാൻ തുടങ്ങി. അതിലുണ്ട് ഫ്രാങ്കൻസി. 50 കൊല്ലം 100 കൊല്ലമായിട്ട് ഈ ഫ്രാങ്കൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സ്റ്റോറി വൈസിന് നോക്കണ്ട. അങ്ങനല്ല, സ്റ്റോറി വൈസ് പൊളിയല്ല, നല്ല അടിപൊളി പടമാണ്. കണ്ടവര് കാണുക, നല്ല കിട്ടുന്ന സാധനം. നെറ്റ്ഫ്ലിക്സിൽ ഈ റീസെന്റ് ഇറങ്ങിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പടമാണ്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. എന്തായാലും നിങ്ങൾ കാണാൻ, നിങ്ങളുടെ അഭിപ്രായം നേരെ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.